തെക്കൻ ഗാസ മുനമ്പിൽ ആക്രമണ പരമ്പര ആരംഭിച്ചതായി ഇസ്രായേൽ. ഹമാസ് വെടിനിർത്തൽ കരാർ നഗ്നമായി ലംഘിക്കുന്നതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് വിശദീകരണം. മനു ഭരത് ചേരുന്നു വിവരങ്ങളുമായി. മനു, വീണ്ടും സമാധാനത്തിന്റെ ദിനങ്ങളാണെന്ന് കരുതിയപ്പോഴാണല്ലോ ഇത്തരം വിവരങ്ങൾ വരുന്നത്. എന്താണ്? എൽദോ, തെക്കൻ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയാണ്. നേരത്തെ തന്നെ ഹമാസ് വെടിനിർത്തൽ കരാർ പൂർണ്ണമായും ലംഘിച്ചു എന്നൊരു ആരോപണം ഇസ്രായേൽ മുന്നോട്ട് വച്ചിരുന്നു. ഐ ഡി എഫ് സൈനികർക്ക് നേരെ ഹമാസ് ആക്രമണം നടത്തി എന്നാണ് ഇസ്രായേലിൻ്റെ ആക്ഷേപം. അവർക്ക് നേരെ വെടിയുതിർക്കുകയും ഒപ്പം തന്നെ മിസൈലുകൾ തൊടുക്കുകയും ചെയ്തു എന്നൊരു ആക്ഷേപത്തിന് ഫലമായി റാഫ അതിർത്തിയിൽ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു. ഇപ്പോൾ അല്പം മുമ്പ് ട്വിറ്ററിൽ IDF ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഒരു തരംഗം, ആക്രമണത്തിൻ്റെ ഒരു തരംഗം സൗത്ത് ഗാസയിൽ തങ്ങൾ നടത്തുന്നു എന്ന ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ IDF നടത്തിയിട്ടുള്ളത്. അപ്പോൾ വെടിനിർത്തൽ കരാർ സാധ്യമായി എന്ന് വിശ്വസിക്കുന്നിടത്ത് വീണ്ടും ഏറ്റുമുട്ടലുകൾ നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതേസമയം ഹമാസ് ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനെതിരെ നടത്തിയൊരു പ്രതികരണം, ഈ ഇസ്രായേൽ സേനയ്ക്ക് നേരെ നടന്ന ആക്രമണവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അത് എങ്ങനെ വന്നു എന്നറിയില്ല, വെടിനിർത്തൽ കരാറിനോട് തങ്ങൾ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഹമാസ് പറയുന്നു. പക്ഷേ അവരെ വിശ്വസിക്കാൻ ആവില്ല എന്ന നിലപാടാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. വീണ്ടും ഗാസയിൽ യുദ്ധം കനക്കുമോ എന്ന ആശങ്ക വലിയ തോതിൽ പടരുകയാണല്ലോ. വലിയ ആശങ്കയാണ്. അങ്ങനെയെങ്കിൽ മനു ഭരത് സൂചിപ്പിച്ച പോലെ ഗസയിൽ വീണ്ടും അത്തരത്തിൽ ആക്രമണം നടക്കുന്നു. തെക്കൻ ഗസയിലാണ് ഇസ്രായേലിലെ ആക്രമണം നടന്നത്. തുടർച്ചയായിട്ടുള്ള കരാർ ലംഘനം സംഭവിച്ചു എന്നുള്ളതാണ് ഇസ്രായേൽ നൽകുന്ന വിശദീകരണം.